ജീവിതത്തിൽ വഴിത്തിരിവുകൾ അപ്രതീക്ഷിതമാണ്. ചെറിയൊരു വഴിത്തിരിവ് മതി ഒരാളുടെ ജീവിതം തന്നെ മാറി മറിയാൻ. കഴിവ് ഏറെയുള്ളവനാണ് മനുഷ്യൻ. അത് തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുന്നതിലൂടെ ജീവിത വഴിത്തിരിവിൽ എത്തിച്ചേരുന്നു. കൂടുതൽ കേൾക്കാം പി വി മോഹനൻ മണ്ണഴിയുടെ വാക്കുകളിലൂടെ. അതിപ്രശസ്തനായ ഒരു ഗണിതശാസ്ത്രജ്ഞൻ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നു. പേര് GH ഹാർഡി. ഒരു അഭിമുഖത്തിനിടയ്ക്ക് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം ഏതാണ്? ഗണിതശാസ്ത്രത്തിൽ നിരവധി കണ്ടെത്തലുകൾ നടത്തിയിരുന്ന ഹാർഡി അല്പം പോലും ആലോചിക്കാതെ ഉത്തരം നൽകി, ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിത പ്രതിഭയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ആ കണ്ടെത്തലുകളെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് GH ഹാർഡി ആയിരുന്നു. ഈ കണ്ടുമുട്ടലായിരുന്നു ശ്രീനിവാസ രാമാനുജന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത്. നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് കാരണം ചിലപ്പോൾ ചില വ്യക്തികളാവാം, നല്ല പുസ്തകങ്ങളാവാം, നല്ല ചങ്ങാതിമാരോ, സിനിമകളോ, ചില കണ്ടുമുട്ടലുകളോ, അതുമല്ലെങ്കിൽ ചില സംഭവങ്ങളോ കണ്ടുപിടുത്തങ്ങളോ ഒക്കെ ആവാം. പാരമ്പര്യം അനുസരിച്ച് കർഷകനാവേണ്ട വ്യക്തിയായിരുന്നു പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്. പക്ഷെ വിധി വിചിത്രമായ രീതിയിൽ അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയി ശാസ്ത്രജ്ഞനാക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിലെ അപകടകരമായ ചെളിക്കുണ്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം, അതിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു ബാലനെ ഒരിക്കലൊരു കർഷകൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ചു. ആ നാട്ടിലെ ധനാഢ്യനായ റാൻഡോൾഫ് ചർച്ചിലിന്റെ മകനെയാണ് ഫ്ലെമിംഗ് എന്ന ആ കർഷകൻ രക്ഷിച്ചത്. മകനെ രക്ഷിച്ചതിന് പ്രതിഫലമായി എന്തും നൽകാൻ റാൻഡോൾഫ് തയ്യാറായിരുന്നു. പക്ഷേ ഒന്നും വാങ്ങാൻ ഫ്ലെമിംഗ് കൂട്ടാക്കിയില്ല. ഒടുവിൽ പുത്രനായ അലക്സാണ്ടറെ പഠിപ്പിക്കാനുള്ള ചെലവ് വഹിക്കാൻ ഫ്ലെമിംഗ് റാൻഡോൾഫിനെ അനുവദിച്ചു. ഫ്ലെമിംഗ് രക്ഷിച്ച ആ ബാലൻ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. റാൻഡോൾഫിന്റെ സഹായത്തോടെ പഠിച്ച ആ കർഷക പുത്രനാണ് പിന്നീട് പെനിസിലിൻ കണ്ടെത്തിയ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായത് നമ്മുടെ ജീവിതത്തിലെ എന്തു തീരുമാനമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങളെങ്കിലും മഹാവിഡ്ഢിത്തമായി പോയി എന്ന് തോന്നിയ സന്ദർഭങ്ങളും ഉണ്ടാവാം. എന്നാൽ പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നതിന് പകരം ഭാവിയിൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ഇത്തരം അനുഭവങ്ങൾ നമ്മളെ ഏറെ സഹായിക്കുമെന്നാണ് ശരി. ഒരു റോസാ ചെടിയിൽ മനോഹരമായ പൂക്കൾ മാത്രമല്ല, മുള്ളുകളും ഉണ്ടല്ലോ. റോസാപ്പൂ വിജയമാണെങ്കിൽ മുള്ളുകൾ വെല്ലുവിളിയാണ്. ഇതുപോലെ ജീവിതത്തോടുള്ള സമീപനവും മനോഭാവവും പോസിറ്റീവാക്കി എടുക്കലാണ് ഒരു ബുദ്ധിമാനും വിവേകിയും ബോധപൂർവം ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്വാഭാവികമായും നാളുകൾ കഴിയുമ്പോൾ ജീവിതത്തോട് വിരക്തിയും അസംതൃപ്തിയും നൈരാശ്യവും വന്നു ചേരും. തന്റെ കഴിവിൽ ഒരാൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഏറെക്കുറെ കാര്യങ്ങൾ സ്വന്തം നിയന്ത്രണ പരിധിയിൽ നിൽക്കും. എല്ലാവരിലും ഉള്ള കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണെന്ന കാര്യം ഓർക്കുക. ശ്രീ APJ അബ്ദുൽ കലാം നമ്മളോട് പറയുന്ന ഈ വാക്കുകൾ നമ്മൾ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത്. ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാവുന്നത്.